അതായത് സലീം എന്നായത് പേര്. അത് സ്കൂളിൽ ചെന്ന് ഈ പറവയാട്ട് സ്കൂളിൽ ചെന്നല്ല, ചിറ്റാറ്റുകര ഗവൺമെന്റ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ സലീം എന്ന് പറഞ്ഞപ്പോ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊരു സംശയം. അങ്ങനെ 5ാം ക്ലാസ് അവിടെ തറവാട്ടിൽ ഇപ്പൊ ആരൊക്കെ? ആരുമില്ല. വീട് അവിടെ ഇല്ല. തറവാട് വീടില്ല. വീടൊക്കെ പൊളിച്ചു. വീട് പൊളിച്ചു. സ്ഥലം മാത്രമാണോ ഫാമിലിയില്? ഫാമിലിയില് അവര് 5 മക്കള് 6 മക്കളാട്ടെ. 6 മക്കളുണ്ട്. 6 മക്കളാണ്. 43 പേരായിട്ട് അതിന് മുകളിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പോയി. ഞങ്ങളൊക്കെ പറവൂർക്ക് പോയി. കുറെ ആളുകളൊക്കെ അതിന്റെ മുകളിൽ 43 പേരെ മറ്റോ ഉണ്ടായിരുന്നു അതിനകത്ത്. ഗവൺമെന്റ് സ്കൂളുണ്ട് അമ്പലത്തിന്റെ സമയത്ത്. അപ്പൊ ഈ നാടകത്തിന്റെ ഫീൽഡിലേക്ക് ഇവിടെ നാടകത്തിന്റെ ഫീൽഡിലേക്ക് വന്നത് മാലിയങ്കര കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. പട്ടംകുടി കഴിയുമ്പോൾ ചെയ്യാൻ പറ്റൂല. വേറെ സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും. അടക്കി വെച്ചാൽ കഴിഞ്ഞ എത്ര മണിക്കാണ് ഇവിടെ നിന്ന് ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 3 മണി ആയിട്ടുണ്ടാവും. വീട്ടിലേക്ക് നടക്കണ കാലം തുടങ്ങി എനിക്ക് പരിചയമുള്ള ചപ്പശ്ശേരി നടക്കണ കാലം തുടങ്ങി പരിചയമുള്ളതാണ്. അതായത് പണിയൊന്നുമില്ല. ഇവിടെ വന്ന് ഇപ്പൊ സിനിമ സെറ്റപ്പ് ആയതിനു ശേഷം പിന്നെ ആളുകൾക്ക് സമയവും ഇല്ല. ആൾക്കാരെ കണ്ടാലും അങ്ങനെ വലിയ വർത്താനം പറയാണ്ട് പുള്ളിക്ക് താല്പര്യവും ഇല്ല. പിന്നെ മക്കളായിട്ട് ചിലർ പഠിക്കായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അടുത്ത് വണ്ടി ഓടിക്കുന്ന കാരണം തീരെ മോശമായിപ്പോയിട്ട് ഷോപ്പ് മാറ്റി വെച്ചാണ് അവരുടെ മാറ്റി ശരിയാക്കി വെച്ചാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും പോവാൻ തുടങ്ങി. ആ നേരത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥലം പോകാൻ അങ്ങനെ വന്നപ്പോഴാണ് പള്ളിപ്പുറത്ത് ആരോ പറ്റിക്കാരും വന്നത് കൊണ്ടുപോയത്. പുള്ളിനെ ആരോ ഒരു അത്ര കൊണ്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടി ഞങ്ങൾ കണ്ടിരുന്നത് കണ്ടാൽ മുകളിൽ നിൽക്കണ നേരത്തെ ഒരു ഫിഷിംഗ് ബോട്ട് വന്നു. അത്രയും വെള്ളോട് ഗൈസ്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സലീം കുമാറിൻ്റെ നാട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ തന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ബസ് കയറിയിട്ടുള്ളത്. പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പറവൂർ എത്തണ്ട, ചിറ്റാറ്റുകര. കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകുകയാണെന്ന് വെച്ചെങ്കിൽ പറവൂർ എത്തുന്നതിന് മുമ്പെയാണ് ചിറ്റാറ്റുകര എന്ന സ്ഥലം. നമ്മളിപ്പോൾ അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പറവൂർ ഭാഗത്തു കൂടെയൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ചിറ്റാറ്റുകരയ്ക്കടുത്ത്, ഇപ്പോൾ അദ്ദേഹം വേറെ ഒരു സ്ഥലത്ത് വീട് വെച്ചിട്ടാണ് താമസം. ചിറ്റാറ്റുകരയ്ക്കടുത്ത് ഏകദേശം 2 കിലോമീറ്റർ ഇപ്പുറത്ത് ആലുംമാവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സ്ഥലം കൊടുങ്ങല്ലൂർ, പറവൂർ, എറണാകുളം, ഗുരുവായൂർ, എറണാകുളം ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. ആ റോഡിലാണ് വീട്. ഇതായി ഇപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നൊരു ബസ്സാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴിയാണ് ഇത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുള്ള ബോർഡുകളൊക്കെ പഞ്ചായത്തും അതുപോലെ തന്നെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്താണ് സംഗതി. അപ്പോൾ അവിടെ അവരുടെ പോലെ തന്നെ ഒരു കോൺഗ്രസിൻ്റെ ബോർഡുണ്ട്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള വിവിധ ബോർഡുകളൊക്കെ വഴി നേരെ വെച്ചിട്ടുണ്ട്. ഇത് വീടിൻ്റെ തൊട്ട് മുമ്പായിട്ട് വെച്ചിട്ടുള്ള ബോർഡാണ്. അപ്പോൾ ഈ ചെറിയ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ പോകുന്ന ഭാഗം പറവൂർക്കുള്ള ഭാഗമാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ചെറിയ സ്ഥലമാണെങ്കിലും അത്യാവശ്യം നല്ല ഏരിയയാണ്. അത്യാവശ്യം കടകളൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഒരു ചെറിയ ഏരിയയാണ്. ചിറ്റാറ്റുകരയ്ക്കൊക്കെ പോകേണ്ടി വരും എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രചരണ ബോർഡുകളൊക്കെ ചുമരെഴുത്തുകളൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ കഴിയും. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗം. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്, ദേവീക്ഷേത്രമാണ്. അതിന് തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഒന്നും ഈ അമ്പലത്തിലേക്ക് വരാറില്ല, ഫാമിലിയൊക്കെ വരാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 200 മീറ്റർ അടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇത് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു വീടാട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു നാടക കമ്പനിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വീടും കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. മരണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല. അതിമനോഹരമായ വീടാണ്. നമ്മളൊക്കെ ഒരുപാട് ചാനലിൽ വാർത്തകളിലും ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടതാണ്. ഓക്കെ. നമ്മളിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു വ്യൂ ആണ്. ഈ ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഇത് വീടിൻ്റെ ഒരു മുൻഭാഗമാണ്. അടിപൊളിയായിട്ട് ഉള്ളൊരു ശാന്തമായിട്ടുള്ളൊരു ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ്. ഓക്കെ. വീടിൻ്റെ മുമ്പാകെ തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ എന്നെ അടക്കം ചെയ്യണമെന്നും
അതുപോലെ തന്നെ എന്താ പറയുക, മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിട്ട് വേണം എൻ്റെ ചടങ്ങുകൾ ഒക്കെ നടത്താനെന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, വീടിൻ്റെ മുമ്പായിട്ട് തന്നെ എന്തായാലും അവർ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അവർകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ വീടിൻ്റെ മുൻഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോരുകയാണ്. മക്കളായിട്ടുള്ള ചന്തും ആരോമലൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ ഒരുപാട് സങ്കടത്തിലാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ് വീട്ടിലുണ്ടായ തിരക്കും അദ്ദേഹത്തിൻ്റെ ചടങ്ങിന് ഇടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ. നമുക്കതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും മിനിസ്റ്റർ പോവുകയാണ്. നമ്മൾ ജസ്റ്റ് വീടിൻ്റെ മുൻഭാഗത്ത് നിന്നിട്ട് അവരോടൊക്കെ ആയിട്ട് സംസാരിച്ചു. അതിനുശേഷം പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, വീടിൻ്റെ മുൻഭാഗത്ത് ലൗഫിംഗ് വില്ല എന്നുള്ള പേര് കൊത്തിവെച്ചിട്ടുണ്ട്. ചിരി വീട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. എന്തായാലും ഒരു മലയാളം അറിയുന്ന മലയാളികളെല്ലാം തന്നെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനായ നടൻ്റെ വീടാണ് ഇത്. അദ്ദേഹം താമസിക്കുന്ന ഒരു ഏരിയയാണ്. അടിപൊളി ഏരിയ കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഒരുപാട് വെള്ളം കയറിയ ഏരിയയൊക്കെയാണ്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് അധികം നേരം ഇരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ കഴിഞ്ഞു. നമുക്ക് അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് നോക്കാം. ദാസൻ അവരുടെ അയൽവാസിയാണോ? അവരിവിടെ വന്ന് താമസം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ താമസമുണ്ടോ? താമസമുണ്ട്. അവര് ശരിക്കും ജനനം ചിറ്റാട്ടുകര എന്നല്ലേ? ചിറ്റാട്ടുകര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പറവൂര് ഭാഗത്തേക്ക് സ്റ്റോപ്പ് ഉണ്ട് അല്ലേ? പിന്നെ അവരുടെ തറവാട് വീട് ചിറ്റാട്ടുകരയല്ലേ? അവിടെ തറവാട്ടിൽ ഇപ്പൊ ആരൊക്കെ? ആരുമില്ല. വീട് അവിടെ ഇല്ല. തറവാട് വീടുമില്ല. വീട് പൊളിച്ചു. സ്ഥലം മാത്രമാണോ? അപ്പൊ അവര് മൊത്തം ഇവിടെയാണ് താമസം. മൊത്തം എന്ന് പറഞ്ഞാൽ അവര് സലീംകുമാറും ഭാര്യയും മക്കളും അത്രേ ഉള്ളൂ. അപ്പൊ അവരുടെ അങ്ങനെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒന്നുമില്ലേ? ഒരു സിസ്റ്റർ ഒരു 3 ആഴ്ചക്ക് മുമ്പ് മരിച്ചു. പിന്നെ ഒരു ചേട്ടൻ ആരൊക്കെ ഉണ്ടായിരുന്നു ഫാമിലിയില്? അവര് 5 മക്കള് 6 മക്കളാട്ടെ. 6 മക്കളുണ്ട്. 6 മക്കളാണ്. അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ഇവിടെ വരുന്ന സമയത്ത് സിനിമയിലൊക്കെ ഇങ്ങനെ ആയിരുന്നു. തെങ്കാശിപ്പട്ടണം ഒക്കെ സിനിമ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ? സിനിമ കഴിഞ്ഞിട്ടില്ല. അല്ല, ഇതല്ലേ പറയണത്, തെങ്കാശിപ്പട്ടണം പോലുള്ള സിനിമകൾ അഭിനയിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക്. ഇവിടെ സ്ഥലം വാങ്ങി വെച്ചതാണോ അതോ സ്ഥലം ഉള്ളതാണോ? സ്ഥലം വാങ്ങി വീട് വെച്ചതാണ്. ഈ പ്രളയകാലത്തൊക്കെ വലിയ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ 43 പേരായിട്ടായാലും മുകളിലുണ്ടായിരുന്നു. പോയി പറവൂർക്ക് പോയി. കുറെ ആളുകളൊക്കെ അതിന്റെ മുകളിൽ അദ്ദേഹം 43 പേരെ മറ്റോ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇവര് 6 മക്കളും ഇപ്പൊ ഇവിടെ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടോ? പുള്ളി ഇപ്പൊ ഇനി ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വയസ്സായിട്ട് മരിച്ചു. ഇവരെ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, പഠിച്ച സ്കൂളുകളും മറ്റും ഒക്കെ ഇവിടെ തന്നെയാണ്. ചിറ്റാറ്റുകര സ്കൂളിലാണ് പഠിച്ചത്. ചിറ്റാറ്റുകര ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, ഈ സമയത്ത് അപ്പൊ ഈ നാടകത്തിന്റെ ഫീൽഡിലേക്ക് ഇവിടെ നാടകത്തിന്റെ ഫീൽഡിലേക്ക് വന്ന് മാലിയങ്കര കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക, ഫ്രീ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ്. അതിക്കുമ്പോ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ പുള്ളി ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കോമഡി ചെയ്തായിരുന്നു. ഈ നാടകത്തിൽ അഭിനയിക്കായിരുന്നോ അതോ നാടകത്തിന്റെ ഇടവേളകളിൽ കോമഡി അവതരിപ്പിക്കലാണോ? അറിയോ? ഓർമ്മയുണ്ട് അതൊക്കെ? നാടകത്തിൽ അഭിനയിക്കൽ തന്നെ ആയിരുന്നു അല്ലേ? നാടകത്തിലല്ല, മിമിക്രിയിലായിരുന്നു. മിമിക്രി. അതാണ്, നാടകത്തിന്റെ ഇടവേള സമയങ്ങളിൽ മിമിക്രി അവതരിപ്പിക്കലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, മിമിക്രിയിലാണ് പുള്ളി തുടങ്ങിയത്. ഇവിടെ അടുത്ത് ഏതെങ്കിലും ട്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും? ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. പറവൂരല്ലേ? ഇവിടെ വീട്ടിൽ തന്നെ അപ്പുറത്തെ കെട്ടിടങ്ങാണ്. അവിടെ ഒരു ഓഫീസ്. ഈ അടക്കിയതിന്റെ തൊട്ടപ്പുറത്തുള്ള അത് ഇപ്പൊ ഇവരുടെ ഓഫീസായിരുന്നു. നാടകത്തിന്റെ ഓഫീസായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ഡ്രൈവർമാർക്ക് താമസിക്കാൻ അങ്ങനെയൊക്കെ. ഇപ്പൊ ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസം? ഇപ്പൊ ഈ വീട്ടില് അമ്മയും 2 മക്കളും, ചന്തുവും ആരോമലും. ചന്തു ആരോമല് 2 പയ്യന്മാരല്ലേ? ഇത് ആരോമല് പഠിക്കല്ലേ ഇപ്പൊ? ആരോമല് പഠിത്തം കഴിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. ചന്തു ഇപ്പൊ ഫുള്ള് സിനിമയിലായി. സിനിമയിലും ഉണ്ട്, വേറെ എന്തോ ജോലി ചെയ്യുന്നു തോന്നുന്നു. ഈ സലീംകുമാർ നാട്ടില് വരാറുണ്ട് ഇടയ്ക്ക്? പിന്നെ വരാറുണ്ട്. സിനിമ തിരക്കിന്റെ ഇടയിൽ ഇവിടെ വരും. നിങ്ങൾ നാട്ടുകാരൊക്കെ ആയിട്ട് അയൽവാസികളൊക്കെ ഞാനായിട്ട് സംസാരിക്കാറുണ്ട്. അടുത്തുണ്ട്. ഞാനായിട്ട് ഉറപ്പുണ്ട്. നമ്മുടെ മൂത്തവൻ മരിച്ചുപോയി. അത് ശരി. അവനായിട്ട് ഭയങ്കര എളുപ്പമാണ്.
അവൻ മരിച്ചിട്ട് 9 മാസമേ ഉള്ളൂ. അതല്ലേ ഇതേ അസുഖം തന്നെ. ലിവർ സിറോസ്. ഓക്കെ ഓക്കെ ശരി. ഇദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് അപ്പൊ പ്രാദേശിക തലത്തിൽ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അവർക്ക്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തായിരുന്നു ഇവിടെ ചെയ്തിട്ടുണ്ടായില്ല. ഇവിടെ ഉണ്ടായിരുന്നു, സർവീസിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ടായിരുന്നു മണ്ഡലം തലത്തിൽ. അല്ലാണ്ട് ഈ പഞ്ചായത്ത് ചിറ്റാറ്റുകര പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിലൊന്നും പ്രവർത്തനം ഇല്ല അല്ലേ? കോൺഗ്രസ് പരമ്പരാഗത കോൺഗ്രസ് കുടുംബാന്നേ ഉള്ളൂ. കുടുംബം. അല്ല ഒരു പ്രവർത്തന മേഖലയ്ക്കൊന്നും അവരാരും തന്നെ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ് എവിടെയാണെന്ന് അറിയും? ഇതിന് നേരം പ്രണയ വിവാഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. വിപ്ലവമൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ച ആളാണ്. വിപ്ലവമൊന്നും ഉണ്ടാക്കിയില്ല, പ്രണയം മാത്രമേ. ശരി. ഇപ്പൊ ഇവിടെ വീട്ടിലിപ്പോ വൈഫ് വേറെ എന്തെങ്കിലും ജോലി, അവരുടെ വൈഫേ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഇത് കാർഷിക മേഖലയിൽ കുറച്ച് കാർഷിക മേഖലയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കൂണിന്റെ പരിപാടിയൊക്കെ അല്ലേ? കൂണില്ലേ, ഉണ്ടല്ലേ? ഈ കൃഷി ഓഫീസർമാരും കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളൊക്കെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൃഷി ഓഫീസർ അവർ താമസിച്ചിരുന്നു തിരുവനന്തപുരത്തുകാരൻ. എവിടെ? ഇവര് വീട്ടില് ഇവരുടെ ആ ഓഫീസിൽ. ശരി. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ സിനിമ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ പറവൂരുണ്ട്. വീട്ടിലുണ്ടാവും, വീട്ടിൽ തന്നെ ഉണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ പുറത്തിറങ്ങൂ. നേരത്തെയൊക്കെ കടയിലൊക്കെ പോകും വീഡിയോ മേടിക്കാൻ. വീഡിയോ വലിച്ചിരുന്ന പുള്ളിയാണ്. അപ്പോൾ വീഡിയോ സിഗരറ്റ് മേടിക്കാനായിട്ട് കടയിലേക്ക് പോകും. ഈ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഓർമ്മകൾ വല്ലതും ഉണ്ടോ നാട്ടില്? ഇപ്പൊ സിനിമയില് പറഞ്ഞിപ്പോ ഇവിടെ തന്നെയായിരുന്നു പുള്ളി. ഈ മുൻപൊക്കെ ഈ വൈഫ് ഇവിടെ പഠിച്ചു പോകുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ വരും. പുള്ളി വരും, മറ്റേ സർമ്മ ഉണ്ടാവും. എന്താ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സ്ഥലത്തിന്റെ പേര് മുനമ്പം ജംഗ്ഷൻ. മുനമ്പം ജംഗ്ഷൻ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു പശ്ചാത്തലം. ഇപ്പൊ മക്കള് അപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന ഒരാള് എന്തോ ജോലി ഉണ്ടെന്നോ, മൂത്തവന് ചന്തുവിന്. കൂടുതൽ വിശദമായിട്ട് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായില്ല? നിങ്ങളുണ്ടായിരുന്നു അവിടെ? നിങ്ങളുണ്ടായിരുന്നു? ഭയങ്കര തിരക്കേ. അതായത് അതൊരു മെനകെട്ട ഒരു പരിപാടിയായി. അതല്ല, ഈ ആൾക്കാരെ ചിതറിക്കണ്ടല്ല, ചിതറ അടുത്തേക്ക് ജനങ്ങൾക്ക് ചെല്ലണ്ട, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ചെല്ലണ്ടേ, അതൊക്കെ അവര് പോയിഞ്ഞിട്ട് അങ്ങനെ ആ പ്രശ്നം സതീശൻ ഇടപെട്ടല്ല, മുഖ്യമന്ത്രി ഇടപെട്ടത്. സതീശൻ മിനിസ്റ്ററായിട്ട് അടുത്ത ബന്ധം തന്നെയായിരുന്നു. എല്ലാ പരിപാടിക്കും പുള്ളി പോകും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല ഓർമ്മകളും നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഇടപെട്ട അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും ഇടപെട്ടിട്ടില്ല. സിനിമാ ഫീൽഡ് ഞങ്ങളുടെ ഈ ഇതിന് വരും, റെസിഡൻസ് അസോസിയേഷനിലൊക്കെ പുള്ളി സജീവമായിട്ട് വരും. പുള്ളി വൈഫും വരും, ചിലപ്പോൾ പിള്ളേരും ഉണ്ടാവും. ഈ അച്ഛന്റെ പോലെ തന്നെ പിള്ളേരും പുറത്തേക്ക് ഇറങ്ങാത്തൊരു പ്രകൃതാണോ, അതോ അവര് പുറത്തു കൂടെ നടന്നു പോണ ഇളയവും മാത്രമേ കണ്ടിട്ടുള്ളൂ, മൊത്തം വണ്ടിക്ക് പോകും. നാട്ടുകാരൊക്കെ ആയിട്ട് അടുത്ത ബന്ധം അപ്പൊ അത് ആർക്കും ഇല്ല. അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ വൈഫിനൊക്കെ ഉണ്ട്. അവര് കാണുകൊണ്ട് ഞങ്ങളുടെ വീടൊക്കെ ആയിട്ട് അടുപ്പുള്ളൂ. റെസിഡന്റ് അസോസിയേഷൻ ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ഒരു ചെറിയ പ്രവർത്തനമില്ല. ഈ സ്ഥലത്തിന്റെ ശരിക്കും എന്താ? ആലും മാവും, അതായത് ആലും മാവും ഉണ്ടായിരുന്നു ജംഗ്ഷനിൽ. അപ്പൊ അങ്ങനെയാണ് ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, ദേവി ക്ഷേത്രം, രാമൻകുളങ്ങര ക്ഷേത്രം. ദേവിയാണ് അവിടേക്കൊക്കെ അദ്ദേഹം പോന്ന് കണ്ടിട്ടില്ല. പിന്നെ അവര് ഫാമിലി വൈഫൊക്കെ പോകും. അല്ല, വീടിന്റെ അടുത്ത് തന്നെ ആകുമ്പോഴേ അവര് ഉത്സവത്തിന് വിളക്കൊക്കെ നടത്താറ്. ഇപ്പൊ ഇവിടെ വീട് വെക്കുന്നതിന് മുമ്പ് അവര് എവിടെയായിരുന്നു താമസം? ചിറ്റാറ്റുകര തറവാട്ട് വീട്ടിൽ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ അവിടെ തറവാട് പോയിട്ട് കാണണം എന്ന് വിചാരിച്ച അവിടെ ഒന്നുമില്ല, വീടൊന്നുമില്ല. എന്താ പൊളിച്ചിട്ടിരിക്കണ ഞാൻ ഒരിക്കൽ കണ്ടു. പൊളിച്ചിട്ടുണ്ടോ? പൊളിച്ചു കളഞ്ഞു. അപ്പൊ അവിടെ ആരും താമസം? അതിന് ഇപ്പൊ ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഞാനൊരു 3-4 വർഷം ആ വഴിക്ക് നടന്നു. അന്നേ പൊളിച്ചിട്ടുണ്ട്? അന്നേ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഉണ്ടാവില്ല. ഞാൻ എന്റെ പെങ്ങളുടെ വീട് വീപ്പിലാണ് പടിഞ്ഞാറ്. അപ്പൊ അതില് പോകുമ്പോ നടന്നു പോകുമ്പോ ഇതില് പോയി. ഇപ്പൊ നടന്നു പോകാറില്ല, വണ്ടിക്ക് പോകും.
അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു നാട്ടിലെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ. ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് സിനിമയത്തെ വിശേഷം മാത്രമേ അറിയുള്ളൂ. അതിലത് വളരെ ചിരിച്ചു കളിച്ചിട്ടുള്ള ഒരാളാണ്. നാട്ടിലും അങ്ങനെ തന്നെ ആണോ? അങ്ങനെ തന്നെയാണ്. എല്ലാ ആളുകളോടും നല്ല എന്നോട് എനിക്ക് എന്റെ ഇതില് പറയാൻ അതെ, പറ്റും. എല്ലാവരും നല്ല എന്നോട് ചിരിച്ചും ഒക്കെ വർത്താനം പറയും. എന്നെ ചേട്ടാന്ന് വിളിച്ചോളൂ. ഇവിടെ നാട്ടുകാരൊക്കെ സലീം എന്താ ഒരു പ്രത്യേകിച്ച് വല്ല ഓമന പേര് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, സലീം കുമാർ. സലീം തന്നെ വിളിച്ചായിരുന്നു. അതായത് സലീം എന്നായത് പേര്. അത് സ്കൂളിൽ ചെന്ന് ഈ പറയാട്ട് സ്കൂളിൽ അല്ല ചിറ്റാറ്റുകര ഗവൺമെന്റ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ സലീം എന്ന് പറഞ്ഞപ്പോ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊരു സംശയം. അങ്ങനെ 5ാം ക്ലാസ്സിൽ വെച്ചാണ് സലീം കുമാർ എന്നാക്കി. അച്ഛന്റെ ഒക്കെ പേര് ഓർമ്മ ഇല്ല, പേര് ബ്രദേഴ്സിന് അങ്ങനെ വൃത്തിയായിട്ട് ഓർമ്മയില്ല. ഇല്ല. എന്തായാലും 6 മക്കളാണ് വിളിക്കുന്നത്. 5-6 ആണ് മക്കള്. ശരി. ഇനിയിപ്പോ ഇവരുടെ ചടങ്ങുകളൊക്കെ ഇനി ചടങ്ങുകളൊന്നുമില്ല. ഒന്നുമില്ല. അവിടെ ഒരു ഓർമ്മ സ്മൃതി ഉണ്ടാക്കി വെക്കും. ചിലപ്പോ അങ്ങനെ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. പിന്നെ കർമ്മങ്ങളൊന്നും പാടില്ലെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അത് നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ആളാണ്. അതുകൊണ്ട് ഇതെല്ലാം കർമ്മങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഈ പല ഇന്റർവ്യൂകളിലും മരണത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഫുള്ള് ധാരണ ഉണ്ട് തോന്നുന്നു. പുള്ളി ഇതായിരുന്നല്ല അസുഖം, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ എത്രയായാലും ഒരു 4 കൊല്ലം അതിൽ കൊള്ളിയിരിച്ചിരിക്കും. എന്റെ മോൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് 9 മാസമായി. അവരെ വൈഫും ഫാമിലിയൊക്കെ മകന്റെ ഫാമിലിയും ഇവരൊക്കെ നിങ്ങളുടെ മകന്റെ ഫാമിലിയും ഫാമിലി ഒന്നുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല. 37 വയസ്സിൽ മരിച്ചു. ഇവരുടെയൊക്കെ ഫാമിലി എന്താ പറയാ ഫ്രണ്ട്സ് അവനായിട്ട് കൂടുതൽ അടുപ്പായിരുന്നു മൂത്തവനായിട്ട്. ശരി. അപ്പൊ ഈ നാടകത്തിന്റെ ഇതിലൊക്കെ പോയായിരുന്നോ ചെറുപ്പത്തിൽ? നാടകത്തിന്റെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നാടകം പഠിപ്പിച്ചിരുന്നൊക്കെ അവര് വീട്ടില് അവിടെ വലിയ പന്തലൊക്കെ ഇട്ട് ശരി അവിടെ നാടകം പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് നാടകം ഇവിടെ നാട്ടിൽ കൂടെ കളിച്ചായിരുന്നോ അതോ? ഒരു തവണ കളിച്ചിരുന്നു അമ്പലത്തില് എന്തൊക്കെ കേട്ടി. പിന്നെ ഞങ്ങളൊക്കെ ചെന്ന് നിൽക്കും ഈ റിഹേഴ്സൽ നടക്കുമ്പേ. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഇത് മറ്റൊരു നാട്ടുകാരനാണ്, നമുക്കും ചോദിച്ചു നോക്കാം. നാട്ടുകാരോടൊക്കെ നല്ല പെരുമാറ്റാണ്. പുള്ളി ഇവിടെ അല്ല താമസിച്ചത്. പുള്ളി ചെറിയ ഇതുണ്ട്, നമ്മുടെ ഈ പാലൂല്ല ഇറങ്ങിയിട്ട് പൂയപ്പള്ളി, അവിടെയാണ് പുള്ളിയുടെ തറവാട്. അവിടെയാണ് പുള്ളി താമസിച്ചത്. പിന്നെ എന്താ പറയാ, ഇവിടെ എന്താ തറവാട്ടിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ആളുകള്? തറവാട്ടിലൊരു പുള്ളി ചേച്ചി മരിച്ചു വരുന്നു ഒരു 2 ആഴ്ച മുന്നേ. അത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടയിൽ നമുക്ക് കുഞ്ഞച്ചൻ എന്ന് പേരുള്ള ഒരു അടിപൊളി ചേട്ടനെ കിട്ടി. അദ്ദേഹത്തിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതികരിക്കേണ്ടത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നല്ല രസമാണ് കേൾക്കാൻ. സലീം കുമാറിന്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ മുമ്പുള്ള ഓർമ്മ പറയാനുള്ളത്, സലീം കുമാർ നമ്മളല്ലാത്തൊരു സമയത്ത് ഇവിടെ നാടകമേലെ ഇടവേളകൾ സമയത്ത് നാടകത്തിന്റെ ഇടവേള സമയത്ത് പറയാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആദ്യം 25 വർഷം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ സിനിമയിലൊക്കെ ഇതില്ല, അത് പഠിക്കാൻ പോവുകയാണ്. അത് നാട്ടിൽ ചിറ്റാറ്റുകാരൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര സമയം? 25 കൊല്ലം. രാഷ്ട്രീയത്തില് കുടുംബമൊക്കെ പരമ്പരാഗത അതറിയില്ല. ഈ പെണ്ണിന്റെ വീട്ടുകാര് മറിച്ചാരാണ്. സലീം കുമാർ നേരത്തെ കോൺഗ്രസിലും പറവൂര് മറ്റേ സമൂഹ സ്കൂളിലായിരുന്നു പരിപാടിക്ക് പോകണ്ട. അതാണ് ഏറ്റവും അവസാനം പോയ പരിപാടിക്ക് പുള്ളി പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തന്നെ കുറച്ച് ഇത്തിരി ഇറങ്ങിയതായിരുന്നു. നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ്. പിന്നെ ചികിത്സ നടത്തിയത് ഇവർക്ക് കംപ്ലൈന്റ് വന്ന് പറഞ്ഞാൽ തീരെ മോശമായിപ്പോയിട്ട് ഓപ്പറേഷൻ ചെയ്തൊക്കെ മാറ്റി വെച്ചാണ് അവിടെ മാറ്റി കയറ്റി വെച്ചാണ്. 20 ലക്ഷം രൂപയുടെ ചില കുറച്ച് ദിവസങ്ങൾക്ക് പുറത്തുനിന്ന് ഞങ്ങൾക്ക് റെഡിയായി വന്നതായിരുന്നു. പിന്നെ അത് രണ്ടാമത് പിന്നെ എന്തോ കുഴപ്പമൊക്കെ ആയിരുന്നു.
നാട്ടുകാരായിട്ട് വലിയ വലിയ ബന്ധമൊന്നുമില്ല. ഇതൊന്നുമില്ല. ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടത് പൊളിറ്റിക്കൽ, അതായത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരുടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വിളിച്ചൊക്കെ പോയത് തമ്മിൽ സീറ്റിംഗ് ആണ്, നേരത്തെ സീറ്റിംഗ് ആണ്. ഇപ്പൊ ഈ ചിറ്റാറ്റുകരയാണ് ജനിച്ചു വളർന്ന നാട്. ചിറ്റാറ്റാണ് ജനിച്ചു സ്കൂളൊക്കെ എവിടെയായിരുന്നു ഓർമ്മ? സ്കൂളിൽ പോയപ്പോഴല്ലോ പോയപ്പോഴിലാണ് അവന് ചെറുപ്പത്തിൽ പഠിച്ചത്. പിന്നെ മഹാരാജാസിലോട്ടാണ് അവൻ അല്ലാണ്ട് പഠിച്ചത്. മാലികര് പഠിച്ചത്. മാലികര് എന്നിട്ടാണ് നാടകത്തിലേക്ക്. നാടകത്തിലേക്കല്ല പുള്ളി ആദ്യം മറ്റേ നാടകത്തിന്റെ ഇതിനകത്ത് മിമിക്രി പറയാൻ ഇടവേളകളുള്ള സ്ഥലമല്ലേ, 5 മിനിറ്റ് ഉണ്ടാവില്ല. ആ സ്ഥലത്ത് പറയാൻ പിന്നെ ആ കൂട്ടത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. ആദ്യം കോഴിക്കോട്ടുണ്ടാവും. അങ്ങനെ പിന്നെ സിനിമയിലോട്ട് മിമിക്രി പറയാനായിട്ട് തന്നെ സിനിമ കയറിയതല്ല. പിന്നെ കയറിയതിന് ശേഷമാണ് സ്ഥലമൊക്കെ വേണ്ടി സെറ്റായത്. സെറ്റ് അവനെ കൊണ്ട് കല്യാണം കഴിഞ്ഞു. കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ ഇത്രയും വലിയ വീടാണ് ആദ്യം വെച്ചിട്ട് വലിയ വീട്. ഇവിടെ പ്രളയ സമയത്ത് കൂടെ വെള്ളം കയറിയോ? കയറിയിരുന്നു. ഇവിടെ ഒരാളുടെ പൊക്കത്തിലുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന സ്ഥലത്തില് ഈ ഭാഗത്ത് കൂടെയൊക്കെയാണ് വെള്ളം. അതെ, ഒരാളുടെ പൊക്കത്തിലുണ്ടായിരുന്നു. ഒരാൾ പോകാൻ പറ്റില്ല, അതിന് മുന്നുണ്ടായിരുന്നു. ഒരാളുടെ മുഖത്തിൽ ഇവിടെ വെള്ളം കാണും. ശരി, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന കടയൊക്കെ മുങ്ങിയ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ കുറച്ച് ആളുകളൊക്കെ വെള്ളം പൊങ്ങി ആൾക്കാർക്ക് വിളിച്ചേണ്ട ആദ്യം ചെന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇടപെടലനുസരിച്ച് പിന്നെ പള്ളിപ്പുറത്ത് ആരെയും വിളിച്ച് അത് പോകണം പറ്റില്ല. പറഞ്ഞാണ് പള്ളിപ്പുറത്തോട്ടാണ് പോയത്. ഇവിടെ ഈ നാട്ടുകാർ മൊത്തം കൂടിയത് ഇവിടെ 31 സൊസൈറ്റി ഉണ്ട് മണപ്പന്മാരെ. അതിന്റെ മുകളിലാണ് എല്ലാവരും. ഞാൻ ഒരു 4 വീട്ടുകാർ 2 നിലയിൽ വീട്ടിലുള്ള ആൾക്കാരാണ്. സ്ഥാനത്തുമില്ല, വെള്ളവും ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഇനി എന്തോരം വെള്ളം വരുമെന്ന് കാര്യം അറിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും പോകാൻ തുടങ്ങി. ആ നേരത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥലം മാറി അങ്ങനെ വന്നപ്പോഴാണ് പള്ളിപ്പുറത്ത് ആരോ പറ്റിക്കാർ വന്നത് കൊണ്ടുപോയത്. പുള്ളി ആരോ ഒരു ജാതി ജംഗ്ഷനിൽ ഫിഷിംഗ് ബോട്ട് റോഡിൽ വന്നു. അത്രയും വെള്ളമുണ്ടായിരുന്നു. ഞാൻ കണ്ടി ഞങ്ങൾ കണ്ടിരുന്നു. ഫിഷിംഗ് ബോട്ട് കണ്ടാൽ മുകളിൽ നിൽക്കണ നേരത്തെ ഒരു ഫിഷിംഗ് ബോട്ട് വന്നു. അത്രയും വെള്ളോട് പൊക്കി. ചിലർക്ക് മതിലൊക്കെ പൊക്കണം. ഒരാൾക്ക് പൊക്കണ്ടായ മതിലില്ല. അത്രയും വെള്ളമുണ്ടായിരുന്നു. അങ്ങനെയാണ് വീടിന്റെ മുകളിൽ കുറച്ച് ആളുകളൊക്കെ കുറച്ച് ആൾക്കാർക്ക് സ്ഥലം എന്തോ ഒരു 10-15 ചിലപ്പോൾ എനിക്ക് ഉണ്ടോ പച്ചക്ക് പോയി ബോട്ടല്ല വള്ളം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംസ്കാരത്തിന്റെ ചടങ്ങ് നടക്കുമ്പോഴേ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ചാനലുകാരായിട്ട് ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു. ചാനലുകാരായിട്ട് മറ്റേ ക്യാമറ കൊണ്ടുവന്ന് ചെതയില് വിറക് വെക്കാനൊക്കെ സംഭവം നിന്ന് കഴിഞ്ഞപ്പോ മാറാൻ വേണ്ടി പറഞ്ഞത്. അതായത് ഈ പയ്യന്മാർക്ക് ചടങ്ങ് നടത്താനായിട്ട് അവര് അസർവിച്ചായിട്ട് എല്ലാവരും ഇത് നടത്താൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് മാറാൻ വേണ്ടി പറഞ്ഞു. ആകെ ദേഷ്യം വന്നിട്ട് ആകെ മനസ്സിലാക്കാൻ പാടിയിട്ടില്ല. ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് എടുക്കാനായിട്ട് ആൾക്കാർ കൂട്ടം കൂടിയാണ്. കാരണം ആ ശരി, ക്യാമറയ്ക്ക് പ്രത്യേക സ്ഥലവും കൊടുത്തത്. ഒരു 10-15 ഉണ്ടായിക്കോണോ വലിയ ക്യാമറ ആയിട്ട് ഒരു സ്റ്റാൻഡ് മാറ്റി. പക്ഷെ അവിടെ ഒതുങ്ങിയില്ല ആൾക്കാർ. അവിടെ ഒതുങ്ങിയില്ല. അല്ല, ഇത് ചെറുക്കിൽ കേൾക്കാൻ നേരത്ത് അവര് മോളിൽ ഇറങ്ങി പോകുന്നുണ്ട്. ഇത് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചാലുള്ളത് കിട്ടും. അങ്ങനെ വന്നപ്പോഴുള്ള തടസ്സം തോന്നി. പിന്നെ ആൾക്കാരെല്ലാവരും കൂടി ഇത് കൂട്ടി പട്ടം കൂടി കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റൂല. വിറക് കൂടുമ്പോൾ ചെറുതും വെച്ചിട്ടുണ്ട്. അടക്കി വെച്ചാലാണ് തീ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആൾക്കാർ ഇരുന്നപ്പോഴാണ് പിന്നെ ഈ ചക്കരക്കെടുത്തമാരെ എല്ലാവരും പോകുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ മുഖ്യമന്ത്രിയും പറഞ്ഞത് ഒരാ ചടങ്ങിൽ പറഞ്ഞതിന് ശേഷം ആൾക്കാർ മാറേണ്ടി കയറാനില്ല. പിന്നെ ആൾക്കാരൊക്കെ മാറ്റിയാണ്. പോലീസ് ഇടപെട്ടത്. പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ഒരു പരിധിയിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. മാറ്റാനൊന്നും പറ്റില്ല. ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു. മറ്റേ ഒരു 10-15 പോലീസുകാരുണ്ടായിരുന്നു. SI മറ്റു ആൾക്കാരെല്ലാം അവരൊന്നും ഈ അവരെല്ലാവരെയും ഞങ്ങളെ കാണാനായിട്ടുള്ള ഒരു രീതി റെഡിയാക്കി കൊടുക്കും. അതല്ലാണ്ട് ഇതിന്റെ ഇടയിലോട്ട് എല്ലാം കൂടി ചെന്ന് ടീ കൊടുക്കുന്നതിന്റെ ഇടയിലോട്ട് എല്ലാവരും കൂടി ചെന്ന് കഴിയുമ്പോൾ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. അവര് മാറ്റാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആൾക്കാരെ കുഴപ്പമാണ്. അത് ഇങ്ങനെ കാര്യം നടക്കുമ്പോൾ ആൾക്കാർ മാറ്റി. അപ്പൊ പയ്യന്റെ അടുത്ത് യാതൊരു പ്രശ്നമില്ല. ഇല്ല, ക്ഷമ കെട്ടിട്ട് ചെയ്താണ്. അതിപ്പോ നമ്മളായിട്ട് ചെയ്തു. അവന്റെ കുഴപ്പമില്ല. നമ്മളാണെങ്കിൽ കാര്യം നടത്താനായിട്ട് നമുക്ക് നടത്താൻ സമ്മതിക്കൂലെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വിറകൊക്കെയാണ് അതിന് ഗുണം ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റി വെക്കാനായിട്ട് സമ്മതിക്കില്ല. മാറുന്നത് കഴിഞ്ഞാല് കെട്ടൊക്കെ മാറി കൊടുത്താലും അങ്ങനെ ചെയ്യാൻ പറ്റും. ചെയ്യാണ്ടായപ്പോഴാണ് എത്ര മണിക്ക് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു? ഒരു 5 മണിയായപ്പോഴും ആൾക്കാർ പോകാൻ തുടങ്ങി. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോഴേക്കും പൊതുദർശനം കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് കൊണ്ടുപോകും? ഇവിടെ നിന്ന് ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 3 മണി ആയിട്ടുണ്ടാവും. വീട്ടിലേക്ക് വന്നു.
പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ. ഒരു 1.5 മണിക്കൂർ നേരത്തോളം കഷ്ടിയാണ് അവിടെ അത് ഇങ്ങനെ വെച്ചു, വീട്ടിൽ വെച്ചു. അതിനൊക്കെ പോലീസുകാർ നല്ല രീതിയിൽ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഓരോ സൈഡിൽ കൂടി വിട്ട് ഓരോ സൈഡിൽ കൂടി ആൾക്കാർ റെഡിയാക്കി. തിരക്കില്ലാണ്ട് തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ തിരക്കുണ്ടായിരുന്നു, ഒരുപാട് നടി നടത്താനൊക്കെ ഈ പറവൂർ ടൗൺ ഹാളില് കാലത്ത് ഒരു 8 മണി മുടിക്ക് തെറ്റി ഒരു 1:30 വരെ 2 മണി 1:30 അവിടെ തന്നെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 2:30 കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു. ഇത്രയാണ് ഒരു ഓർമ്മ രീതിയിൽ പറയാം. ഗൈസ്, അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതൊക്കെയാണ് പറവൂരിലെ സലീം കുമാറിൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് നാട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മളൊപ്പം കൂടിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഒപ്പം കൂടണം കേട്ടോ. താങ്ക് യു ഗൈസ്. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് സലീം കുമാറുമായിട്ട് ബന്ധപ്പെട്ട് ചിറ്റാട്ടുകാരിൽ നിന്ന് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പറവൂർ ഭാഗത്ത് നിന്ന് തിരിച്ചു പോവുകയാണ്. സംസ്ഥാന പാതയുടെ 6 വരി പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയൊന്നും ആയിട്ടില്ല ഈ ഭാഗത്തൊന്നും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.